ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിലെയാദ് ദേശക്കാരും ഒത്തുകൂടിയ സ്ഥലം ഏതാണ്? ഗിബയ, ബത്ലഹേം, മിസ്പ, ബഥേൽ. ഉത്തരം മിസ്പ. മിസ്പായിൽ ഒത്തുകൂടിയ ഇസ്രായേലിലെ ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? 2,00,000, 3,00,000, 4,00,000, 5,00,000. ഉത്തരം 4,00,000. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് കേട്ട ഗോത്രക്കാർ ഏതാണ്? ബെഞ്ചമിൻ, ലേവി, ദാൻ, യൂദ. ഉത്തരം ബെഞ്ചമിൻ. ഇസ്രായേലിൽ നടന്ന മ്ലേച്ഛ പ്രവൃത്തിക്ക് ഗിബയായോട് പ്രതികാരം ചെയ്യാൻ അവർ എങ്ങനെയാണ് നറുക്കിട്ടത്? ഓരോ ഗോത്രത്തിൽ നിന്നും 100-ൽ 10 പേരെ, ഓരോ ഗോത്രത്തിൽ നിന്നും 1000-ൽ 100 പേരെ, ഓരോ ഗോത്രത്തിൽ നിന്നും 10,000-ൽ 1000 പേരെ. ഇവയെല്ലാം. ഉത്തരം ഇവയെല്ലാം. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒന്നിച്ചു കൂടിയത് എവിടെയാണ്? ഇസ്രായേലിൽ, ജെറുസലേമിൽ, ഗിബയായിൽ, പട്ടണത്തിൽ. ഉത്തരം ഗിബയായിൽ. ബെഞ്ചമിൻ ഗോത്രത്തിൽ പ്രഗത്ഭരായ എത്ര ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു? 300, 500, 700, 1000. ഉത്തരം 700. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധത്തിന് ആദ്യം പോകേണ്ടത് ആരെന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ബെഞ്ചമിൻ, ലേവി, യൂദ, എഫ്രായിം. ഉത്തരം യൂദ. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന് ആദ്യ ദിവസം എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത്? 25,000, 20,000, 18,000, 30,000. ഉത്തരം 20,000. ഇസ്രായേൽക്കാർ ആദ്യ ദിവസം അണിനിരന്നിടത്തു തന്നെ വീണ്ടും അണിനിരന്ന് സായാഹ്നം വരെ കർത്താവിന് മുമ്പിൽ എന്തു ചെയ്തു? കരഞ്ഞു, ഉപവസിച്ചു, ദഹനബലികൾ അർപ്പിച്ചു, ധൈര്യം സംഭരിച്ചു. ഉത്തരം കരഞ്ഞു. ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസം ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത്? 25,000, 18,000, 22,000, 30,000. ഉത്തരം 18,000. ഫിനെഹാസ് ആരുടെ പുത്രനാണ്? അഹറോൻ്റെ, എലയാസറിൻ്റെ, ബെഞ്ചമിൻ്റെ, യൂദയായുടെ. ഉത്തരം എലയാസറിൻ്റെ. രണ്ടാം ദിവസം യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എവിടെയാണ് കരഞ്ഞത്? ഗിബയായിൽ, ഇസ്രായേലിൽ, എഫ്രായിമിൽ, ബഥേലിൽ. ഉത്തരം ബഥേലിൽ. ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാരെ വിട്ട് എവിടേക്കാണ് പലായനം ചെയ്തത്? ബഥേലിലേക്ക്, മരുഭൂമിയിലേക്ക്, ഗിബയായിലേക്ക്, റിമ്മോൺ പാറയിലേക്ക്. ഉത്തരം മരുഭൂമിയിലേക്ക്. മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് കൊല്ലപ്പെട്ടത്? 25,000, 25,100 പേർ, 21,000, 22,000. ഉത്തരം 25,100 പേർ.
യുദ്ധം അവസാനിച്ചപ്പോൾ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ മാത്രമാണ് രക്ഷപ്പെട്ടത്? 700, 500, 600, 1000. ഉത്തരം 600. രക്ഷപ്പെട്ട ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയാണ് അഭയം തേടിയത്? ഗിബയായിൽ, മരുഭൂമിയിലെ റിമ്മോൺ പാറയിൽ, ബഥേലിൽ, ഗേബ പട്ടണത്തിൽ. ഉത്തരം മരുഭൂമിയിലെ റിമ്മോൺ പാറയിൽ. ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര കാലമാണ് റിമ്മോൺ പാറയിൽ താമസിച്ചത്? 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം. ഉത്തരം 4 മാസം. ബെഞ്ചമിൻ ഗോത്രക്കാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? 5000, 2000, 7000, 2100. ഉത്തരം 5000. യൂദ ആദ്യം പോകട്ടെ എന്നു കർത്താവ് അരുളി ചെയ്തു. അധ്യായവും വാക്യവും ഏത്? ന്യായാധിപന്മാർ 20:17, ന്യായാധിപന്മാർ 20:18, ന്യായാധിപന്മാർ 20:19, ന്യായാധിപന്മാർ 20:20. ഉത്തരം ന്യായാധിപന്മാർ 20:18. അവർ സായാഹ്നം വരെ കർത്താവിന് മുമ്പിൽ കരഞ്ഞു. അധ്യായവും വാക്യവും എഴുത്. ന്യായാധിപന്മാർ 20:22, ന്യായാധിപന്മാർ 20:23, ന്യായാധിപന്മാർ 20:24, ന്യായാധിപന്മാർ 20:25. ഉത്തരം ന്യായാധിപന്മാർ 20:23. നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അധ്യായവും വാക്യവും ഏത്? ന്യായാധിപന്മാർ 20:28, ന്യായാധിപന്മാർ 20:29, ന്യായാധിപന്മാർ 20:30, ന്യായാധിപന്മാർ 20:31. ഉത്തരം ന്യായാധിപന്മാർ 20:28. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞത് ആരാണ്? ലേവ്യൻ, ഇസ്രായേൽ ജനം, ഗിബയാദുകാർ, ബെഞ്ചമിൻ ഗോത്രക്കാർ. ഉത്തരം ഇസ്രായേൽ ജനം. ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല എന്നു പറഞ്ഞത് ആരാണ്? ലേവ്യൻ. ജനം മുഴുവനും ഏകമനസ്സായി, ജനം മുഴുവൻ ദുഃഖത്തോടെ, ബെഞ്ചമിൻ ഗോത്രക്കാർ. ഉത്തരം ജനം മുഴുവൻ ഏകമനസ്സായി. അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ബെഞ്ചമിൻ ഗോത്രക്കാർ പരസ്പരം, ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രക്കാരോട്, കർത്താവ് ഇസ്രായേൽ ജനത്തോട്, ലേവിയർ ഇസ്രായേൽ ജനത്തോട്. ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ പരസ്പരം. ഇസ്രായേലിലും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ 3-ാം ദിവസത്തെ തന്ത്രം വിജയത്തിൽ കലാശിച്ചത് എങ്ങനെയാണ്? ഉത്തരം 3-ാം ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം ഗിബയാ പട്ടണത്തിന് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം അവർ യുദ്ധകളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നതായി നടിച്ചു. ഇത് കണ്ട ബെഞ്ചമിൻ ഗോത്രക്കാർ മുൻ ദിവസങ്ങളിൽ എന്ന പോലെ ഇസ്രായേൽക്കാർ പരാജയപ്പെട്ടെന്നു കരുതി അവരെ പിന്തുടർന്നു. ഈ സമയം പതിയിരുന്ന ഇസ്രായേലിയർ ഗിബയാ പട്ടണത്തിൽ പ്രവേശിച്ച് അതിന് തീയിട്ടു. പട്ടണത്തിൽ നിന്നും പുകയുയരുന്നത് കണ്ട ബെഞ്ചമിൻ ഗോത്രക്കാർ ഭയന്നു. ഇസ്രായേൽ സൈന്യം അവരെ വളഞ്ഞ് പൂർണ്ണമായും നശിപ്പിച്ചു. അങ്ങനെ ബെഞ്ചമിൻ ഗോത്രം പരാജയപ്പെട്ടു.